ഖത്തറിൽ ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീണു. പതിവ് നിരീക്ഷണ പറക്കലിനിടെയാണ് അപകടം. കോപ്റ്ററിൽ ഉണ്ടായിരുന്നവർക്കായി തെരച്ചിലിപ്പോഴും തുടരുകയാണ്. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. എസ് രഞ്ജിത്തുണ്ട് ദുബായിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് ഹെലികോപ്റ്റർ തകർന്നു വീണിരിക്കുന്നത്. ഇസ്രായേൽ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ആക്രമണമൊന്നുമല്ലല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇപ്പോൾ അത്തരത്തിലൊരു സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഖത്തറിൽ ഒരു ഹെലികോപ്റ്റർ തകർന്നു വീണു, ഇത് കടലിലാണ് തകർന്നു വീണത് എന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനൊപ്പം പറയുന്നത് പതിവ് പരീക്ഷണ പറക്കലിനിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. സാങ്കേതിക തകരാറാണ് അപകട കാരണം എന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഹെലികോപ്റ്ററിൽ എത്ര ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം നൽകിയിട്ടില്ല. ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർക്ക് വേണ്ടി ഇപ്പോൾ തിരച്ചിൽ തുടരുന്നു. ഇതാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് പറയാനുള്ളത്, ഈ വിവിധ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇന്നും ഇറാന്റെ ആക്രമണം ഇന്ന് പുലർച്ചെ ഉണ്ടായി എന്നുള്ളതാണ്. സൗദി തലസ്ഥാനമായ റിയാദിനെ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈൽ എത്തിയെന്ന് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 3 മിസൈലുകൾ തടുത്തതായാണ് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ ആക്രമണത്തെ അതിശക്തമായി തന്നെ പ്രതിരോധിച്ചു എന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ സൗദി അറേബ്യ ഇറാൻ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി പുറത്തിറക്കിയിരിക്കുകയാണ്. സൈനിക അറ്റാഷെമാരോടും 3 ഉദ്യോഗസ്ഥരോടും രാജ്യം വിടാനാണ് നിർദ്ദേശം. 24 മണിക്കൂറിനുള്ളിൽ സൗദി അറേബ്യ വിടണം എന്ന നിർദ്ദേശം ആണ് ഇപ്പോൾ സൗദി അറേബ്യ ഔദ്യോഗികമായി തന്നെ പുറത്തിറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ UAE നിന്ന് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സൈനിക നടപടി, അതായത് പ്രതിരോധ നടപടി തുടരുകയാണ്. മിസൈൽ ത്രെഡ് ഉണ്ട്, അതിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് സംബന്ധിച്ച് UAE പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ഇപ്പോൾ അറിയിപ്പ് പുറത്തു വരുന്നു. ശരി, എസ് രഞ്ജിത്താണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഖത്തറിന്റെ ഒരു ഹെലികോപ്റ്റർ നിരീക്ഷണ പറക്കലിനിടയിൽ തകർന്നു വീണു. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർക്കായി ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.